ഞാനപ്പോ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 hour ആണ് കേട്ടോ എയർപോർട്ടിലേക്കുള്ളത്. ഒരു 1 o'clock ആയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അറൌണ്ട് 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. പിന്നെ കുറച്ച് ട്രാഫിക് ഉണ്ട്, പിന്നെ ഒട്ടും തിരക്കില്ല കേട്ടോ ബസ്സിൽ. ആരുമില്ല, ആകെ 1-2 പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ക്യാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 rupees ആവും. ഞാൻ ഒരൊറ്റ ഒരാളായതുകൊണ്ട് ഞാൻ ബസ് എടുത്തു. അതാകുമ്പോൾ 300 rupees ഉള്ളൂ. ഇനി എന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവർ 3 പേരുണ്ട്, അവർ ക്യാബ് എടുത്തിട്ടാണ് വരുന്നത്. അവരവിടെ പോയിട്ട് കാണാം. ചെക്ക് ഇൻ ചെയ്തു. ബിഗ് ബോസ് നമ്മൾ ഇനി എന്താ അടുത്ത പ്രൊസീജിയർ? നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് കൊടുക്കണം. ബാഗ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ വി ഹാവ് ടു ഗെറ്റ് ആർ ടിക്കറ്റ്സ് പ്രിന്റഡ്. അതെങ്ങനെയാ അതിന്റെ പ്രൊസീജിയർ എന്താ? അവിടെ പോയിട്ട് നമ്മുടെ ID കാർഡ് വെരിഫൈ ഒക്കെ ചെയ്ത് അവർ ടിക്കറ്റ് തരും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബാഗ് അവരെടുത്തോളും. ക്യാബിൻ ബാഗ് നമ്മുടെ കയ്യിലും മറ്റു ബാഗ് അവരുടെ കയ്യിലും. നമ്മൾ ബാഗ് എടുത്ത് വെക്കാണ്. ആ റാമ്പിലോട്ട് ബാഗ് വെച്ചു. ID കാർഡ് കൊടുക്കണം. അത് ഓൾറെഡി കൊടുത്തു. ദർശുവിൻ്റെ ഒക്കെ കിട്ടി. ഇവൾ എൻ്റെ കോപ്പി അടിച്ചിട്ട് അത് മേടിച്ചേക്കണ്ടോ? ഐ ഓൾസോ ഹാവ് ദിസ്. ഇനി ശിശീനെ എടുക്കാം. ശിശിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ്. അതെ, നമ്മളെ ബാഗ് ആര് കൊണ്ടുവരാ? മാമൻ വരും. അത് പൊട്ടുവോ? എന്റെ മേക്കപ്പ് സാധനം ഉണ്ടെങ്കിൽ സത്യമായിട്ട് അറൌണ്ട് 4000 മേക്കപ്പ് സാധനമാണ് ഹസ്ബൻഡിന്റെ ബാഗിലുള്ളത്. 4000 എന്നല്ല, അതിനേക്കാളും ഉണ്ട്. എന്റെ പൊട്ടി എനിക്ക് ഇവര് തിരിച്ചു തരുമോ? ആ ഇല്ല, എനിക്കിത് കിട്ടി. ഇവർക്കൊന്നും ഇത് കിട്ടിയില്ല. പൊട്ടന്മാര് വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഗൈസ് ലുക്ക് അറ്റ് 3 പൊട്ടന്മാർ. ഇവർക്ക് അതില്ല ഗായ്സ്, എനിക്ക് മാത്രം ഉള്ളത്. കണ്ടോ? ആ കിട്ടി. ഇനി മെയിനാവല് കാണാം. ഓ ഇവരിനോട് മിണ്ടല്ലേ എന്നൊക്കെ പറയണേ. ഇവള് സ്റ്റാൻഡേർഡ് വ്ളോഗാണ്. അടുത്ത എനിക്ക് കിട്ടി. അയ്യോ കിട്ടി, അയ്യോ കിട്ടി. അപ്പൊ ഞങ്ങക്ക് 2 കിട്ടി. സെയിം പിച്ച്. ആച്ചി 5 കണ്ണ് ചാഞ്ച്. അത് ഞങ്ങളല്ലേ മാറ്റിക്കൊണ്ട് കേട്ടോ, നിങ്ങളെ വിഷമിക്കണ്ട. ബോർഡിംഗ് പാസ് കിട്ടി. ചെക്ക് ഇൻ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി. ഇങ്ങോട്ട് വരില്ലേ? അവിടെ നിക്ക് ക്യാമറ. ഓക്കെ. ഹസ്ബൻഡ് എന്താണെന്നാ പറഞ്ഞേ? എനിക്കും ആവണം. എനിക്ക് എപ്പോ ഫ്ലൈറ്റ് കയറിയാലും എയർ ഹോസ്റ്റസ് ആവാൻ തോന്നി. ഫ്ലൈറ്റ് കഴിഞ്ഞാലും തോന്നുന്നു.
ഏത് ഫ്ലൈറ്റ് ഞാൻ പോണത് എനിക്കറിയില്ല. അന്ന് ഇവിടെ പറയണത് ഫ്ലൈറ്റ് എപ്പോഴാണ് വരുന്നത് അറിയില്ല, ഏത് ഫ്ലൈറ്റ് ആണെന്നറിയില്ല, ഏത് ടെർമിനൽ അറിയില്ല, ആൻഡ് എങ്ങനെ ചെക്ക് ഇൻ ചെയ്യേണ്ട അറിയില്ല. ഇതൊന്നും ഞാൻ നോക്കിയില്ല. എന്തുകൊണ്ടാ? We have Darshu. ഞങ്ങൾ ഓടി വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബസ് പോയോണ്ടിരിക്കാണ്. We are ready for departure. Officer Ravi Kumar and the cabin by in-flight team for driving off. Rolling in. സീറ്റ് മാറിയിരിക്കുമെന്ന് എങ്ങനെ എത്തിച്ചു വെക്കാം. कर कीजिए करेगा So मुझे सीट चाहिए. So कुछ एक और फ्लाइट എഴുതി തരും നമുക്ക്. മാറ്റി ഇപ്പോൾ 8:30 ആയി. നമ്മളിവിടെ ഗുവാഹത്തി എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ എയർപോർട്ടിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബാക്കി ഇതാണ് കേട്ടോ ഗുവാഹട്ടി എയർപോർട്ട്. നമ്മളിപ്പോൾ നെക്സ്റ്റ് പോകുന്നത് നമ്മളൊരു ഡിഫറെൻറ്റ് ബാക്ക് പാക്കേഴ്സിലോട്ടാണ്. വി ഹവ് ഓൾറെഡി ബുക്ക് ദ ബെഡ്സ്. അവിടെ 300 rupees ഒരു ബെഡിന്. വി ഹവ് ഓൾറെഡി ബുക്ക്ഡ് ആൻഡ് ഇറ്റ് ഈസ് നിയർ ടു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വി ഹാവ് എയർപോർട്ട് ടാക്സി. ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് അവർ നമ്മളെ ലൂട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും ഊബർ ബുക്ക് ചെയ്യാം. ഇനി നാളെ നമ്മൾ അവിടുന്ന് മോർണിംഗ് ഷില്ലോങ്ങിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഊബർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂബർ ബുക്ക് ചെയ്ത് ക്യാബ് വരെ വന്നിട്ടുണ്ട്. 500 സംതിങ് ആണ് യൂബർ ചാർജ്. നമ്മൾ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ അള്ളി പിടിച്ചിരിക്കുന്നു. അസാമിലെ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നാലേ. ഇന്റേൺഷിപ്പിന് വന്ന അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവള് മേഘാലയം പോയി, ട്രക്കിംഗ് എല്ലാം പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാ പറഞ്ഞത്. ഡ്രൈവർ ബയ്യാസ് കേരളത്തിൽ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ 2 വാക്ക്. മലയാളം മകണ്ണാനൊക്കെ അറിയാം. മാനേജർ മലയാളിയാണ്. അപ്പം നമ്മൾ 350ക്ക് AC റൂം ചോദിച്ചിട്ടുണ്ട്. ഗേൾസ് മാത്രമേ ഉള്ളൂ ഈ റൂമിൽ. നമ്മൾ മാഗി ഉണ്ടാക്കാൻ എഗ്ഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് അസാമിലെ സാധാരണ ഒരു കടയാണ്. എഗ്ഗ് വാങ്ങിച്ചു. പിന്നെ ദർശു ബ്രഷ് മറന്നിട്ടുണ്ടായിരുന്നു, അത് മേടിച്ചു. പുറത്തൊക്കെ പോയി മോമോസ് കിട്ടുമെന്ന് നോക്കി, പക്ഷേ ഇല്ല. അപ്പം ഞങ്ങളിവിടെ മാഗിയും എഗ്ഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ട്രാവൽ ബഡ്ജറ്റ് ബുക്ക് ഹോസ്റ്റൽ സംതിങ് അവിടുന്ന് കുക്ക് ചെയ്യുക, ഫുഡ് മാഗിയൊക്കെ അങ്ങനെ.